നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രേമത്തിൻ്റെ കഥയാണ്. നമ്മൾ അനീഷും അനുമോളും തമ്മിൽ പ്രേമാണെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോണ്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് ഇപ്പോൾ ഓപ്പണായിട്ട് ഇത്രയും നാൾ അവിടെ മൗനമായിട്ടാണ് ഇവർ കണ്ണുകൾ കൊണ്ടും അതുപോലെ വാക്കുകൾ കൊണ്ടും ഒക്കെയാണ്, ഭക്ഷണങ്ങൾ കൊണ്ടും പുതപ്പുകൾ കൊണ്ടൊക്കെ കൊണ്ടുകൊടുത്തും അങ്ങനെ മേക്കപ്പുകളൊക്കെ ചെയ്താണ് ഇവർ പ്രേമം അങ്ങോട്ട് കൈമാറിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ പ്രേമം എല്ലാവരും അറിഞ്ഞു. ബിഗ് ബോസിലുള്ളവരറിഞ്ഞു, ഫേസ്ബുക്കിലുള്ളവരറിഞ്ഞു, യൂട്യൂബിലുള്ളവരറിഞ്ഞു, ഇൻസ്റ്റാഗ്രാമിലുള്ളവരറിഞ്ഞു. അവരൊക്കെ ട്രോളായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം? ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ അനുമോളി ഇരുന്നിട്ട് ഹൃദയം ഇങ്ങനെ കൈമാറുന്നത് കണ്ടു. അതുപോലെ തന്നെ ഉമ്മ കൊടുക്കുന്നത് കണ്ടു. അങ്ങനെ പല സ്ട്രാറ്റജികളും നമ്മൾ കണ്ടു. നമുക്ക് സന്തോഷമുള്ളൂ. അത് പരസ്യമായിട്ട് ഒരു ലവ് ട്രാക്കിന് അനീഷിന് താല്പര്യമില്ല. അനീഷ് മാറി നടക്കണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും പ്രേമം അവസാനിക്കില്ല. അനുമോള് ട്യൂൺ ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ഏത് തപസ്സും ഏത് ഒരു ഡാൻസുകാർ വന്നിരുന്നിട്ട് ഏത് മുനിയും തപസ് ഇളക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അനീഷിൻ്റെയും തപസ് ഇളക്കി നമ്മുടെ അനുമോള്. ആ തപസ് ഇളക്കി നമുക്ക്. പക്ഷേ വേറൊരു കാര്യമാണ് അതിൽ നമുക്ക് ഏറ്റവും അധികം വിഷമമുള്ളൊരു കാര്യം ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും അവസാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിൽ ഒരു റീലിംഗ് കഴിഞ്ഞിട്ടാണ് ഒരു പ്രേമ സ്ട്രാറ്റജിയും കൊണ്ട് വന്നു നോക്കുന്നത്. അതിൽ നമുക്ക് വലിയ ഇത്തിരി വിഷമമുണ്ട്. നിങ്ങൾക്ക് തുടക്കത്തിലേ ആവാടുന്നു. തുടക്കത്തിൽ രണ്ടുപേരും തല്ലുകൊണ്ടായാലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുകാരെ നെഞ്ഞത്ത് കാരണലാണെന്ന് മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചോണത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് പ്രേമങ്ങൾ കാണുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ നമുക്ക് അതിൻ്റെ ഒരു ചാകര അടന്നു എന്ന് പറയാം. ഈ സീസണിൽ ബിഗ് ബോസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും ഒരു പ്രേമം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അവർക്ക് നടന്നില്ല. ആ ക്ഷീണം സീസൺ 2 ആഴ്ചയ്ക്ക് കഴിഞ്ഞാൽ സീസൺ തീരുക. ഇപ്പോഴാണ് അതിൻ്റെ ക്ഷീണം തീർക്കുന്നത്. എന്തായാലും നമുക്കൊക്കെ ഒരുപാട് കൊതങ്കടി ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രേമം കാണാത്തതിൽ വലിയ വിഷമമുണ്ട്. അപ്പോൾ കൊതുവിനുണ്ട് കൊതങ്കടി എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും, എന്തെങ്കിലുമൊക്കെ പ്രേമിക്കും. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയ്ക്ക് എന്നിരുന്ന് നിങ്ങൾ രണ്ടുപേരൊക്കെ ഒന്ന് വർത്താനം പറയും. നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മനസ്സിലാക്ക്. നിങ്ങളൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ ഒരു ചെറിയൊരു ഹൃദയങ്ങളൊക്കെ അകലിരുന്ന് കൈമാറുന്ന പോലെ അടുത്തിരുന്നിട്ട് നിങ്ങളൊരു അരമണിക്കൂർ നേരമൊക്കെ സംസാരിക്കുക. പോരാത്തിന് 2 ആഴ്ചയല്ലേ മണിക്കൂറുകളല്ലേ ഉള്ളൂ ഇനി. അപ്പോൾ അതുകൊണ്ട് ആ മണിക്കൂറുകൾ നിങ്ങൾ ശരിക്കും ചിലവഴിക്കുക. പിന്നെ പുറത്ത് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അച്ചായൻ എല്ലാത്തിനും റെഡിയാണ് എന്നുള്ള സൂചന കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അസൂയ കയറിയ 2 പേരുണ്ട്. ആരാണ്? ലെസ്ബിയൻ കപ്പിള്, ഭാര്യ ഭർത്താക്കന്മാർ. അവർ രാത്രിയിൽ ചോദിക്കുക അനുമോളോട്, അനുമോളെ നീ നമ്മുടെ അനീഷിനെ സ്നേഹിക്കുന്നതും അതുപോലെ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നതും ലവ് ട്രാക്ക് ഇടുന്നതും ഇത് സത്യമാണോ? അത് നിൻ്റെ സ്ട്രാറ്റജിയാണോ? അത് തട്ടിപ്പാണോ? അത് നീ തേച്ച് പോകാനുള്ള ഉദ്ദേശമാണോ? അത് യഥാർത്ഥത്തിൽ നിനക്ക് അനീഷിനോട് പ്രേമുണ്ടോ സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കെന്താണ്ട് ഈ പ്രാന്തുണ്ടാ? ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സിൽ. ആ ഷോയിൽ ഞാൻ തങ്കച്ചനെ ഇതുപോലെ ഞാൻ ഇല്ലിത്തുമ്പത്ത് കയറ്റിയതാണ്. എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് നിലത്തിട്ട ആളാണ്. അത് നമുക്കൊരു രസമാണ്. അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ അനീഷിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതശൈലി മറ്റുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒരു ക്രഷ്, അദ്ദേഹം എന്നോട് ക്രഷ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരു ക്രഷ്. അപ്പോൾ ആ ക്രഷ് പറഞ്ഞതിന് ശേഷം ഞാൻ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്താണ്? ഇല്ലിത്തുമ്പത്ത് കയറ്റുക. ഇല്ലിത്തുമ്പത്ത് കയറ്റിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് നിലത്തിടുക. അപ്പോൾ എത്രത്തോളം കയറ്റാൻ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം കയറ്റിക്കുക അനുമോളെ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഇല്ലിത്തുമ്പത്ത് കയറ്റി കഴിഞ്ഞാലും 2 ആഴ്ചയല്ലേ ഈ കയറ്റാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ കയറ്റിക്കോ. അപ്പോൾ തങ്കച്ചനെ കയറ്റിയ പോലെ ഇതിന് ഇല്ലിത്തുമ്പത്ത് കയറ്റിക്കോ. പിന്നെ അവിടെ അഭിഷേക് എന്ന് പറഞ്ഞിട്ട് ഒരു മുൻ മത്സരാർത്ഥി വന്നിട്ടുണ്ടായിരുന്നു. ആളോടും ഒരു ക്രഷ് ഉണ്ടെന്ന് നമുക്ക് അവരെ തമ്മിലുള്ള പെരുമാറ്റം കൊണ്ടും ചിരി കൊണ്ടും വർത്തമാനം കൊണ്ടും അവരെ സപ്പോർട്ടിങ് കൊണ്ടും പുറത്തിറങ്ങിയിട്ട് അഭിഷേക് അനുമോളെ പറ്റി പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അനുമോൾക്ക് ഇങ്ങനെ കാമുകന്മാരില്ലാത്തതിൻ്റെ ഒരു ക്ഷീണമോ ഒരു ദാരിദ്ര്യമൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടം പോലെ കാമുകന്മാരെ ഒന്നിന് പിറകെ ഒന്നായിട്ടുണ്ട്.
എന്തായാലും പെർഫോമൻസിലും അതുപോലെ തന്നെ ഒരു കുഞ്ചെണ്ണൂലിയാണ്. അപ്പോൾ ഒരു ഉണ്ണിയാർച്ചയാണ്. അപ്പോൾ ഒരു വാളും പരിചാരം കുറവ് മാത്രമേ അതിപ്പോൾ നമ്മൾ നാവ് കൊണ്ട് അതൊക്കെ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കളികളൊക്കെ പോട്ടെ, നമ്മുടെ അച്ചായനെ എത്രയും പെട്ടെന്ന് കുപ്പിയിലാകട്ടെ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും നിങ്ങളൊക്കെ പുറത്തിറങ്ങി വന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പത്രക്കാരോട് പറയുക. അപ്പം നമ്മളതൊക്കെ വീഡിയോ ആക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കല്യാണം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളൊക്കെ ക്ഷണിച്ചാൽ കല്യാണത്തിന് വരും. നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ കല്യാണത്തിന് വരും. ഞാൻ വരും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.